ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ എന്ന പേരിൽ ഇവിടെ കാർഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് ഇല്ല. എന്നാൽ ലക്ഷ്മി എന്ന പേരിൽ ഒരു പേഷ്യന്റ് ഉണ്ട്. മനസ്സിൽ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചുപോയി. സച്ചേട്ടൻ നമ്മുടെ മോളെ എടുത്തായിരുന്നോ? ഇല്ല, എടുക്കണം. അവള് കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ. ഇല്ലെങ്കിൽ ചിലപ്പോ അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാലെന്നൊരു പേടി. അവള് കണ്ണു തുറന്ന സച്ചേട്ടനെ കണ്ടായിരുന്നോ? എങ്ങനെ നോക്കാന്? ഞാനവളെ കാണുമ്പോ കണ്ണു വിരിഞ്ഞു വരുന്ന ഒരു എലിക്കുഞ്ഞിനെ പോലെയായിരുന്നു അവള്. സച്ചേട്ടനായിരുന്നല്ലോ പെൺകുഞ്ഞ് വേണമെന്ന് വലിയ ആഗ്രഹം. ഇനി കണ്ണെഴുതാനും പൊട്ടു തൊടിയിക്കാനും കുളിപ്പിക്കാനും ഒക്കെ സച്ചേട്ടനും കൂടാ. താൻ നോക്കിയോ, ഞാനും എന്റെ മോളും കൂടി പൊളിക്കും. അവളൊന്ന് വളരട്ടെ. സച്ചേട്ടാ, നമ്മുടെ അമ്മക്കുട്ടിയെ മറന്നേക്കല്ലേ. അവളാ നമ്മുടെ ആദ്യത്തെ മോള്. നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ തന്നത് നമ്മുടെ അമ്മക്കുട്ടിയാ. എനിക്ക് അവളെ ഒന്ന് കാണണം സച്ചേട്ടാ. അനുവിട വാ, ഇരിക്കെ. എന്ത് പറ്റി മോളെ, മുഖത്തിന് വിഷമം? അർച്ചനയ്ക്കിപ്പോ അമ്മക്കുട്ടിയെ കാണണോന്ന്. ഓ, അതാണോ പ്രശ്നം? അതെ, ഞങ്ങൾ ഇനി വരുമ്പോ നെല്ലിശ്ശേരി ചെന്ന് മോളെ എടുത്തോണ്ട് വരാം. പോരെ? അവക്ക് അവിടെ ഒരു കുറവുമില്ല. ആതിരെ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അത് പിന്നെ ഇപ്പോഴല്ലേ അമ്മക്കുട്ടി അവളുടെ മോളാന്ന് മനസ്സിലായത്. ആതിര പ്രസവിച്ചതാണെങ്കിലും അവളെ വളർത്തിയത് ഞാനല്ലേ. അവളുടെ അമ്മ ഞാൻ തന്നെയാ. ഓ, ആയിക്കോട്ടെ. അല്ലെന്ന് ആരാ പറഞ്ഞത്? നീ തന്നെ അവളുടെ അമ്മ. ഇനിയപ്പോ ആര് പ്രസവിച്ചു, ആര് വളർത്തുന്നു എന്നൊന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടെ ചേർന്നങ്ങ് വളർത്തിയാൽ മതി. അതല്ലേ ഒരു സന്തോഷം. ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടാ. ഒന്ന് ഇഷാന ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ഇപ്പൊ തന്നെ കൊണ്ടുപോകണോ? ഇപ്പൊ ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിലുണ്ട്. വേഗം ചെന്നാ കാണാം. ശരി, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് വാ. ലക്ഷ്മി പോയില്ലായിരുന്നോ? ഇല്ല, പോയില്ല. ഇവിടെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ മെഡിസിൻ ആർക്കാ? തന്റെ ആ ബന്ധുവിനാണോ? പിന്നെ അല്ലാതെ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നേ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. അതെ, ഒന്ന് നിന്നേ. ആ പേഷ്യന്റിന്റെ പേര് എന്താന്ന് പറഞ്ഞത്? വീണ. ഞാൻ സച്ചേട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഞാൻ ഓർക്കുന്നു. അല്ല, ഈ വീണ ലക്ഷ്മിയുടെ വളരെ അടുത്ത ബന്ധുവാണോ അതോ അകന്ന ബന്ധുവോ? അതെ, കുറച്ചടുത്ത ബന്ധുവാ. എങ്കിൽ പിന്നെ ഞാനിവിടെ വരട്ടെ. എനിക്കും വീണയൊന്ന് കാണാം. മെഡിസിൻ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. മരുന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അത് പറ്റില്ല.
ലക്ഷ്മിയുടെ അടുത്തൊരു ബന്ധു ഈ ഹോസ്പിറ്റലിൽ ഇത്ര സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഞാനൊന്ന് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? വേണ്ട സച്ചിയേട്ടാ, ആരും കാണാൻ ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതെന്താ? ആളുകളുടെ സിമ്പതി നിറഞ്ഞ നോട്ടവും സംസാരവും ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. ഓ, അത് ശരി. എന്നാ ഞാൻ പോട്ടെ സച്ചിയേട്ടാ, അവളുടെ അടുത്ത് വേറെ ആരുമില്ല. ആ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? അല്ല, നേരത്തെ ലക്ഷ്മി പറഞ്ഞല്ലോ. എന്നാ സച്ചിയേട്ടൻ പോയിക്കോളൂ. ആ, ഒരു മിനിറ്റ്, എനിക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എന്ത് ഡൗട്ട്? ഇതല്ലേ ആ പേഷ്യന്റ് വീണ? വീണ എന്ന പേരിൽ ഇവിടെ കാർഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് ഇല്ല. എന്നാൽ ലക്ഷ്മി എന്ന പേരിൽ ഒരു പേഷ്യന്റ് ഉണ്ട്. ഇനിയുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ലച്ചുവിന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസാ ഇതിലുണ്ട് എല്ലാം. എന്തിനാ ഈ ഒളിച്ചുകളി? അതും എന്നോട്. ലച്ചു